നവംബർ 17-നാണ് ഓസ്ട്രേലിയ അർജന്റീന പോരാട്ടം കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനമായിരിക്കുന്നു. ടിക്കറ്റ് നിരക്കുകൾ ഉടൻ പ്രഖ്യാപിക്കും. ടിക്കറ്റ് വിൽപ്പന ഈ മാസം തന്നെ തുടങ്ങുകയും ചെയ്യും. ഏതായാലും നവംബർ 17-ന് ലോകമാകെ ഉറ്റുനോക്കുന്ന ഒരു മത്സരം കലൂർ സ്റ്റേഡിയത്തിൽ അഭിമാനത്തോടെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുകയാണ്. മെസ്സിപ്പട എത്തുകയാണ്. ഒപ്പം ഓസ്ട്രേലിയ എന്ന വമ്പൻ ടീമാണ് എതിരാളികളായി എത്തുന്നത്. ലോകകപ്പ് നേടിയ അർജന്റീന ടീം ഒന്നാകെ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ കളിക്കാൻ എത്തുകയും ചെയ്യും. ഞങ്ങളുടെ പ്രതിനിധികൾ വിനേഷ് കുഞ്ഞിരാമൻ, ജയേഷ് പൂക്കട്ടൂർ, ടി വി പ്രസാദ്, അർജുൻ മട്ടന്നൂർ, വി എസ് രഞ്ജിത്ത്, ദീപക് മലയമ്മ എന്നിവർ കൂടി ചേരുകയാണ്. ഈ ഫുട്ബോൾ ആവേശം എങ്ങനെയാണ് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ ഏറ്റെടുക്കുന്നതെന്ന് അറിയണം. നമുക്ക് വിനേഷ് കുഞ്ഞിരാമനിലേക്ക് ആദ്യം പോകാം. വിനേഷ്, ആശങ്കകൾ, അഭ്യൂഹങ്ങൾ ഇതൊക്കെ മാറ്റിവെക്കാം. ഇനി ഇതാ മെസ്സിപ്പടയെ, അർജന്റീന ടീമിനെ, ഓസ്ട്രേലിയൻ ടീമിനെ ഒക്കെ വരവേൽക്കാൻ ഒരുക്കങ്ങളാണ്. ഔദ്യോഗികമായി തീയതിയും പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ. വിവിധ ലോക ചാമ്പ്യന്മാരായ അർജന്റീന സംഘം, ലോക ഫുട്ബോളിലെ ഇതിഹാസ താരമായിട്ടുള്ള ലയണൽ മെസ്സി, ആ വരവിനായുള്ള കാത്തിരിപ്പ്, ആ കാത്തിരിപ്പിന്റെ അകലം, ആ ദൂരം കുറഞ്ഞു വരികയാണ്. ഓരോ ദിവസവും ഓരോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് ലഭിച്ചിരിക്കുന്ന ഉത്തരം ഇതാണ്. മത്സര തീയതി, ഓസ്ട്രേലിയയും അർജന്റീനയും കേരളത്തിന്റെ മണ്ണിൽ പന്ത് തട്ടുന്ന ആ തീയതി എന്നാണ് എന്നുള്ള ചോദ്യം, അത് ആരാധകർ കുറച്ച് ദിവസങ്ങളായി ചോദിക്കുന്നതാണ്. അതിനുള്ള ഉത്തരവും ലഭിച്ചിരിക്കുന്നു. നവംബർ 17-ന് കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ഓസ്ട്രേലിയയും അർജന്റീനയും പന്ത് തട്ടും. അങ്ങനെ ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ ആരാധകരുള്ളത്, ആ ഒരു ആവേശത്തിലാണ് ആരാധകരുള്ളത്. അങ്ങനെ കാത്തിരിപ്പ് ഇനിയിപ്പോൾ ഒരു മാസം മാത്രമാണുള്ളത്. ഒരു മാസവും 2-3 ദിവസവും മാത്രമാണ് ബാക്കിയുള്ളത്. അർജന്റീന കേരളത്തിന്റെ മണ്ണിൽ വന്ന്, ലയണൽ മെസ്സി മലയാളത്തിന്റെ മണ്ണിൽ വന്ന് പന്ത് തട്ടാനുള്ള ഒരു സമയം എന്ന് പറയുന്നത് ശക്തമായ ഒരു പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഓസ്ട്രേലിയ ഒരു ചെറിയ മിനയല്ല. കഴിഞ്ഞ ലോകകപ്പിലെ പോരാട്ടം നമ്മൾ കണ്ടതാണ്. ഓസ്ട്രേലിയയും അതുപോലെ തന്നെ അർജന്റീനയും ഇതുവരെ 9 തവണ ഏറ്റുമുട്ടിയപ്പോൾ ഒരു തവണ ജയിക്കാൻ ഓസ്ട്രേലിയക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് 1988-ലാണ്. 1988 ഓസ്ട്രേലിയയിൽ നടന്ന ഗോൾഡ് കപ്പ് ഫുട്ബോളിൽ അന്ന് 4-1 എന്നുള്ള സ്കോറിന് ഇവർ ആദ്യമായി ഏറ്റുമുട്ടിയ ഒരു പോരാട്ടമാണ് എന്ന് ആലോചിക്കണം. അവിടെയാണ് 4-1 വിജയം അന്ന് ഓസ്ട്രേലിയക്ക് ലഭിച്ചത്. പിന്നീട് 93-ലെ ഒരു സമനില, 1993 ശേഷം ഒരു സമനില പോലും നേടാൻ ഓസ്ട്രേലിയക്ക് കഴിഞ്ഞിട്ടില്ല. 7 മത്സരങ്ങളിൽ അർജന്റീന വിജയിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ലോകകപ്പിലും ജയിച്ചു. അതിനുശേഷമുള്ള സൗഹൃദ മത്സരത്തിലും ജയിച്ചു. ഏതായാലും ആ ഒരു മത്സരം ഒരിക്കൽ കൂടി കാണാൻ പോകുന്നു. മഞ്ഞപ്പടയും നീലപ്പടയും കൊച്ചിയിൽ ഏറ്റുമുട്ടാൻ പോകുന്നു.